ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോ റെഡി ആയിരിക്കുകയാണ്. ഇത് 5ാമത്തെ വീഡിയോയുടെ ബാലൻസ് ആണ്. അങ്ങനെ പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്തു. പഴം എടുത്ത് ആദ്യം കൊടുത്തത് ഉദയൻ്റെ മോക്കാണ് ആദ്യം കൊടുത്തത്. അതിനുശേഷം തന്നത് എനിക്കാണ്. ഞാൻ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് എന്തിനാണെന്നൊന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് വിചാരിച്ചത്, അയ്യോ ഞാൻ കഴിക്കുന്നൊരു വീഡിയോ എടുത്തില്ല. അത് വീണ്ടും അടുത്ത പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഞാനത് കഴിച്ച് നോക്കുകയാണ്. ഇത് നമ്മൾ ഡ്രാഗൺ ഫുഡില്ലേ, ഡ്രാഗൺ ഫുഡിൻ്റെ അതേ ടേസ്റ്റും കുറച്ചും കൂടെ മധുരമുണ്ട്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടത് മാത്രമേ ഉള്ളൂ, പക്ഷേ കൈ നല്ലൊരു ചുമന്നു. ഇത് അതിനകത്തിരിക്കുന്ന കുരുവാണ്. കുരു നമ്മൾ തുപ്പിക്കളയണം. ഇതിൻ്റെ തൊലി കൊണ്ട് ചുണ്ടി തേച്ച് കഴിഞ്ഞാൽ നല്ല ലിഫ്റ്റിക് ആവുമെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ലിഫ്റ്റിക് ഉണ്ടാക്കുന്നതെന്നാണ് ഉദയം പറഞ്ഞത്. അങ്ങനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ച് നേരം ഒന്ന് ഉരച്ചതേ ഉള്ളൂ, ചുണ്ട് നല്ലതുപോലെ ചുമന്ന് കേട്ടോ. ഇവിടെ നിന്നപ്പോൾ അവിടെ മയിലൊക്കെ വന്നു. മയിലിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. തമിഴ്നാട്ടിൽ അങ്ങനെ മഴ കുറവാണ്. അവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മഴ പെയ്തപ്പോഴേ. അങ്ങനെ മഴ വെള്ളമൊക്കെ അവർ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ച് പിടിക്കുന്നു. പിന്നെ മഴ കാരണം കൊണ്ട് വേറൊരു സ്ഥലത്തും പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഊര് തണ്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പോയത് ഉദയൻ്റെ കൃഷി സ്ഥലത്തിലൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഉദയൻ്റെ കൃഷി സ്ഥലങ്ങൾ മൊത്തം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉദയൻ അവിടെ ഒരുപാട് സ്ഥലവും കൃഷിഭൂമിയും എല്ലാം ഉള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ നേരെ പോയത് പരുത്തിക്കുരു കൃഷി ചെയ്യുന്ന പഞ്ഞി എടുക്കുന്ന പരുത്തിക്കുരുവില്ല. ഇതാണ് പഞ്ഞി ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് ഇതിൽ. പിന്നെ അടുത്ത പോയത് വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ്. വെണ്ടയ്ക്കൊക്കെ ഇതാ ഇതിൽ നിൽക്കുന്നുണ്ട്, എല്ലാം കുഞ്ഞാണ്. ഇത് ഉദയൻ്റെ ഫാദർ തോട്ടത്തിൽ പോയി കൊണ്ടുവന്ന പരുത്തിയാണ്. അങ്ങനെ ഞാനതെടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. ഇത് ഉദയൻ്റെ ഫാദർ തോട്ടത്തിൽ പോയി ഒരു ചാക്ക് പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇത് കണക്ക് അതിനകത്തുനിന്ന് പഞ്ഞി ഒരു കുട്ടയിലേക്ക് മാറ്റും. ഇതാ ഇങ്ങനെയാണ് ഇതിന്ന് പഞ്ഞി പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ പഞ്ഞിയൊക്കെ പുറത്തെടുത്തിട്ട് റൂമിനകത്ത് കൊണ്ടുപോയി കൂട്ടും. ഇത് 1 കിലോ 52 രൂപ 54 രൂപ വിലയുണ്ട്. പഞ്ഞി ഇളക്കുന്ന സമയത്ത് ഞാനും കൂടാറുണ്ട് പഞ്ഞി ഇളക്കാൻ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴക്കോളായിരുന്നു. നമുക്ക് തോന്നി എന്തായാലും മഴ പെയ്യുമെന്ന്. അങ്ങനെ അത് സംഭവിച്ചു, മഴ പെയ്തു. അങ്ങനെ നമ്മളൊരു സ്റ്റേജിൽ കയറി നിന്നു. അവിടെ വരുന്ന ഒരിക്കൽ സ്റ്റേജ് കണ്ടു. ആ സ്റ്റേജിനകത്ത് ഞാൻ കയറിയപ്പോൾ മൊത്തം ആടാണ്. ഈ പുള്ളിക്കാരനെ ആടിനെ മേയ്ക്കുന്ന ആൾ വീഡിയോയൊക്കെ എടുത്തപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരൻ്റെ കൂടെ വന്ന ആളും ചിരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മഴ തോന്നുന്ന അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ ദൂരെ മഴ പെയ്യുന്നത് നല്ല വ്യക്തമായിട്ട് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ ദൂരെ പെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ വീഡിയോ പിടിക്കാൻ എല്ലാം പറ്റിയിട്ടുണ്ട്. അടുത്ത മഴയ്ക്ക് മുമ്പേ വീടെത്താൻ വേണ്ടി ഞാനും ഉദയനും കൂടെ പറത്തി വിട്ടു വണ്ടി. അങ്ങനെ നമ്മൾ നേരെ ഉദയൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഉദയൻ്റെ വീട്ടിലെ ഫ്രണ്ടിലത്തെ ഡോറ്. ഇത് മൊത്തവും കൈപ്പണിയിലാണ് ചെയ്തത്. കടച്ചിലൊന്നുമില്ല എന്നാണ് ഉദയൻ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കറങ്ങി നിന്ന് ഉദയൻ്റെ വീട്ടിനകത്ത് വീഡിയോ ഒന്ന് പിടിക്കണമെന്ന് വിചാരിച്ചു. ഇതാണ് അടുക്കള. ഹാളിലെത്തിയപ്പോൾ ഉദയൻ്റെ ഫാദറും മദറും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇതാണ് ഉദയൻ്റെ റൂം. തൊട്ടടുത്തൊരു ബെഡ്റൂമുണ്ട്. പിന്നെ ഉള്ളത് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്റ്റോർ റൂമാണ്. ഇതിനകത്താണ് പഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഈ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ പാർട്ട് 7. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ്.